മിക്സ്ചർ മിഠായി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ശരിക്കും ഈ മിഠായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിലേക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മിഠായി ആയിരുന്നത്. ഇത് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഈ മിഠായി കഴിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ മിഠായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അരിപ്പൊടി 3 കൂട്ടം സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അരിപ്പൊടിയും വേണം, കടലപ്പൊടിയും വേണം, പഞ്ചസാരയും വേണം. ഈ 3 കൂട്ടം സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മിഠായി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മിഠായി ശർക്കരയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ശർക്കരയിൽ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ട് വരാറില്ല. അത് കപ്പലണ്ടി മിഠായിയും ശർക്കരയിൽ ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കപ്പലണ്ടി മിഠായിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കാണ്ട് ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലൂടെ പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മിഠായിയാക്കാന്ന്. ഇനി മിക്സ്ചർ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മിക്സ്ചർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പുട്ടുണ്ടാക്കുന്ന പൊടിയോ അല്ലെങ്കിൽ പത്തരി ഉണ്ടാക്കുന്ന പൊടിയോ എന്ത് പൊടിയായിരുന്നാലും കുഴപ്പമില്ല. പച്ചരിപ്പൊടി എടുക്കേണ്ട, വറുത്ത പൊടി എടുക്കുക. അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ പൊടിയായിരുന്നാലും കുഴപ്പമില്ല. പച്ചരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് പച്ചരിപ്പൊടി. അപ്പോൾ ആ പൊടി എടുക്കണ്ട, കാരണം ആ പൊടിക്ക് പശിമ ഭയങ്കര കുറവായിരിക്കും. ഞാനിവിടെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് വഴിക്കാൻ നമുക്ക് ഇത് വെച്ചിട്ട് മിക്സ്ചർ ഉണ്ടാക്കാം. ഇത് മിക്സ്ചറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നൂലപ്പത്തിൻ്റെ അച്ഛനെ എടുത്തേക്കുന്നത്. വെച്ചേക്കണ മിക്സ് ഈ സേവനാഴിയിൽ ഫില്ല് ചെയ്യണം. ഇതേപോലെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ അരിപ്പൊടിയിൽ തരി ഉണ്ടെങ്കിൽ ഈ ചെറിയ ഓട്ടയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ചിറ്റിക്കുമ്പോൾ പോരില്ല. അപ്പോൾ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതേപോലെ ഒന്ന് ഇട്ടിട്ടൊന്ന് ചിറ്റിച്ചിട്ട് നോക്കാം. അപ്പോൾ ചിറ്റിക്കുമ്പോൾ അങ്ങനെ പോരണില്ല, ഇതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് വെള്ളം കുറഞ്ഞിട്ടായിരിക്കും അങ്ങനെ വരാത്തത്. അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ചിറ്റിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ നൂല് പോലെ വരില്ല, ഇങ്ങനെ വിട്ട് വിട്ട് പോകും. ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിറ്റിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ കുറവായിരിക്കും. അത് നമുക്ക് ഫസ്റ്റ് കുറച്ചിട്ടിട്ടൊന്ന് ചിറ്റിച്ച് നോക്കാം. കാരണം അതിൻ്റെ കറക്റ്റ് നനവ് നമുക്ക് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഏറ്റവും ആദ്യം ഇതേപോലെ കുറച്ചിട്ടിട്ടൊന്ന് ചിറ്റിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചിറ്റിക്കുന്ന സമയത്ത് വിട്ട് വിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കൂടിയിട്ടായിരിക്കും അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ ചിറ്റിച്ച് നോക്കാം. അത് കുഴപ്പമില്ലാണ്ട് പോരുന്നുണ്ട്. ഞാനിങ്ങനെ ചിറ്റിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ മാത്രം ഓയിൽ തേച്ചാൽ മതി. ഈ പിടുത്തതുമെങ്കിൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തെന്നി തെന്നി പോകും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിങ്ങനെ ചിറ്റിച്ചിട്ട് ഇടുക. അതിങ്ങനെ കറക്റ്റ് ഷേപ്പൊന്നും വരണമെന്ന് ഇല്ല. ഒരുപാട് കനത്തിൽ ചിറ്റിക്കേണ്ട, കുറച്ച് കനത്തിൽ ചിറ്റിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കും. അപ്പോൾ എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം.
ഇതേപോലെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് പൊടിച്ചാൽ മതി. ഇനി ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ പോലെയാവും. ഇപ്പോൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് മിഠായി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഗ്രാം കണക്കിന് എടുക്കുകയാണെങ്കിൽ 225 ഗ്രാം പഞ്ചസാര എടുക്കുക. മെഷറിംഗ് കപ്പിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണ പഞ്ചസാര നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അളവ് ശരിയായിട്ട് വരില്ല. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ കപ്പിൽ അളവെടുക്കുക. ഇത് മിഠായി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ ഈ പാനിലേക്ക് പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ വലിയ തരിയുള്ള പഞ്ചസാര കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് വെള്ളമായിട്ട് വരണം. ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കണ്ട. നിങ്ങൾ എടുക്കണ പാനൊക്കെ കട്ടി കുറഞ്ഞ പാനാണെന്നുണ്ടെങ്കിൽ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് പുക കയറും. പുക കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കൈപ്പരസം വരും. അതുപോലെ ഇങ്ങനെ സ്പൂണിനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിടിച്ചു കൊടുക്കുക. കാരണം ഈ സ്പൂണിൻ്റെ 2 സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇതേപോലെ ഇങ്ങനെ കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുറേ തരി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഈ സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള പാനാണെങ്കിലും തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ട്. അതിപ്പോൾ ഒട്ടും കട്ടയില്ല. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മളെ പൊടിച്ച് വെച്ചേക്കണ മിക്സ്ചർ ചേർക്കാം. അത് നിങ്ങൾ ചേർക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കണ്ട. കാരണം നിങ്ങൾ എടുക്കണ അളവ് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പഞ്ചസാര പാനി മുഴുവനും ഇതിനകത്ത് മിക്സ് ആവാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ കുറേശ്ശെ ഏറ്റവും ആദ്യം ഒരു 3/4 ഭാഗം ചേർക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ നല്ല സ്പീഡിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ മിക്സ്ചർ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഫോയിൽ പേപ്പറിലേക്കാണ് ഇത് പകർത്താൻ വേണ്ടിയിട്ട് പോണത്. അത് നിങ്ങൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ പകർത്തണം. ഇത് ചെറുതായിട്ടൊന്ന് ഹാർഡായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഹാർഡാവുന്നതിന് മുമ്പ് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം. സൈഡിൽ നിന്ന് ഏറ്റവും ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം സൈഡ് അത്രയ്ക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ്ചർ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇനി ഒന്നും കൂടി ഒന്ന് ചൂടാറാനുണ്ട്. ഒന്നുകൂടി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭയങ്കര ഹാർഡായിട്ട് വരും. ഇപ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ മിക്സ്ചർ മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആ ഫോയിൽ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് ഒന്ന് ഷേപ്പാക്കിയിട്ട് വെക്കണം. കാരണം ഇത് ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ പതുക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും വേണം. അല്ലെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാനും പറ്റില്ല.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നമ്മൾ പഞ്ചസാര ഉരുക്കിയെടുത്തേക്കണ ആ പാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. ഈ പാനിൽ പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താലും മതി. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതുമൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോരും.